സർഗാത്മകതയുടെ കനലുകൾ ഊതിജ്വലിപ്പിച്ച് പിലിക്കോട് ഗവൺമെന്റ് UP സ്കൂളിൽ കനൽക്കൂട്ടം ക്യാമ്പ്. കൊട്ടുറുമ്പ് ഉത്സവം സീസൺ 2 എന്ന പേരിൽ സംഘടിപ്പിച്ച ക്യാമ്പ് കുട്ടികൾക്ക് നവ്യാനുഭവമായി. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. കുട്ടികളിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളും ഭാവനകളും പുറത്തെടുക്കുന്ന കനൽക്കൂട്ടം ക്രിയേറ്റീവ് ഡ്രാമ ക്യാമ്പ് കുട്ടികൾക്ക് നവ്യാനുഭവമായി. അഭിനയം, നൃത്തം, സംഗീതം, കളികൾ എന്നിവയിലൂടെ കുട്ടികളുടെ നേതൃശേഷിയും സർഗാത്മകതയും വികസിപ്പിക്കുന്ന നിരവധി പ്രവർത്തനങ്ങൾ കോർത്തിണക്കിയ പ്രവർത്തനങ്ങളാണ് ക്യാമ്പിൽ അവതരിപ്പിച്ചത്. പിലിക്കോട് ഗവൺമെന്റ് UP സ്കൂൾ വാർഷികാഘോഷം കൊട്ടുറുമ്പ് ഉത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ക്യാമ്പ് പടവ് തിയേറ്റർ ഗ്രൂപ്പാണ് നയിച്ചത്. കുട്ടികൾക്ക് ഒരുപാട് അറിവ് പകർന്നു കൊടുക്കുക എന്നല്ല, ആ അറിവ് നിർമ്മാണത്തിലേക്ക് കുട്ടികൾ എങ്ങനെ കൊണ്ടുപോകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഫോക്കസ് ഏരിയ എന്നുള്ളത്. ആ ഫോക്കസ് ഏരിയയുടെ ഭാഗമായിട്ടാണ് പടവിനെ ഇങ്ങോട്ട് ക്ഷണിച്ചത്. വളരെ സന്തോഷപൂർവ്വം പടവ് വരികയും കുട്ടികളെ അവരുടെ കയ്യിലേക്ക് എടുക്കുകയും ചെയ്തതിലുള്ള സന്തോഷം ആദ്യം തന്നെ അറിയിക്കുകയാണ്. കുട്ടികളുടെ പെർഫോമൻസിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഇനിയും പിലിക്കോട് ഗവൺമെൻറ് UP സ്കൂൾ തുടരുക തന്നെ ചെയ്യും. സർഗാത്മകം എന്ന് പറയുമ്പോൾ അത് പുതിയ സൃഷ്ടിക്കുക തന്നെ വേണം. അതിനവർ അവരുടെ നേച്ചർ ഹിയർ ആൻഡ് നൗ പ്രോപ്പർട്ടി എടുത്തിട്ടാണ് വരാൻ. 10-32 പ്രോപ്പർട്ടി അവരുടെ വീടുകളിൽ നിന്ന് എടുത്ത് വരാൻ പറയുന്നത്. അത് സ്ഥിരമായിട്ട് കാണുന്ന സാധനങ്ങൾ അവർ ഉപയോഗിക്കുന്ന സാധനം. പക്ഷേ അതിവിടെ എത്തിയിട്ട് അതിൽ നിന്ന് പുതിയ സംഭവം ഈസ്തറ്റിക്കായിട്ട് ക്രിയേറ്റീവായി നിർമ്മിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആഹ്ലാദം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത. ഇതേ പ്രോപ്പർട്ടി വേറെ ദിവസം ചെയ്താണെങ്കിൽ ഇതല്ല ഉണ്ടാവുക, ഇത് വേറെ സ്ഥലത്ത് ചെയ്യുകയാണെങ്കിൽ ഇതല്ല ഉണ്ടാവുക. അതാണ് സർഗാത്മകതയുടെ പ്രത്യേകത. അത് ഒരു ഗ്രൂപ്പാണ്. അത് കൺസ്ട്രക്റ്റിവിസം ബേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ എഡ്യൂക്കേഷൻ മെത്തഡോളജി വരുന്നത്. ഗ്രൂപ്പിൻ്റെ ക്രിയേഷനാണ് വരുന്നത്. അപ്പോൾ ഐഡിയ പേഴ്സണും അതുപോലെ ആവിഷ്കാരം നടന്നു ഒരേ വാല്യൂസാണ് അതിൽ വരുന്നത്. അതിലേറ്റവും നടക്കുന്നതെന്ന് വെച്ചാൽ ഇതിലെ ഇന്നത്തെ മാറിയ സാഹചര്യത്തിൽ കുട്ടികൾ രക്ഷിതാൾക്ക് 1-2 ആണ്. അപ്പോൾ കുട്ടികൾക്ക് ഗ്രൂപ്പ് എക്സ്പീരിയൻസ് കുറവാണ്, കൂട്ടുകുടുംബം മാറി തന്നുകൊണ്ട്. അതുപോലെ തന്നെ ഓരോ കുട്ടിക്കും ഒരുപാട് ഫ്രസ്ട്രേഷൻ നമ്മൾ അറിയാതെ, സ്വന്തം കുട്ടികളുടെ ഫ്രസ്ട്രേഷൻ രക്ഷിതാക്കൾക്ക് ശരിക്കും അറിയില്ല. എന്ന് വെച്ചാൽ നമുക്കൊന്നോ ഒരു കുട്ടിയോ 2 ഉണ്ടാകുമ്പോൾ അവർക്കും ഒരുപാട് പ്രയാസങ്ങളുണ്ട്, അത് മനസ്സിലാക്കാം. പക്ഷേ ഇതിലെ ഗ്രൂപ്പ് എക്സ്പീരിയൻസ് നടക്കുമ്പോഴാണ് അവരെ പരിമിതി, അതിൽ തന്നെ ഏറ്റവും നല്ല റിയൽ അവരുടെ സെൽഫ് അവർക്ക് ഇന്ന് മനസ്സിലാവും. ഞാൻ എൻ്റെ പരിമിതി എന്താണ്, എൻ്റെ സാധ്യത എന്താണ്, ഈ സാധ്യതക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. N. രഘുനാഥൻ, ശ്രീജിത്ത് വെള്ളുവയൽ, K. അതുൽ, സുനീഷ് വടക്കുംപാട് തുടങ്ങിയവർ ക്ലാസ് കൈകാര്യം ചെയ്തു. പിലിക്കോട് ഗവൺമെന്റ് UP സ്കൂൾ, ഓരി ALP സ്കൂൾ, GW LPS പിലിക്കോട് വയൽ, ഇസത്തുൽ ഇസ്ലാം ALP സ്കൂൾ ചന്ദേര എന്നീ വിദ്യാലയങ്ങളിലെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന 61 കുട്ടികളാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. മറിമായം ഫെയിം AK രാഘവൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് T. പ്രദീപ് അധ്യക്ഷനായി. SMC ചെയർമാൻ KP രാജീവൻ, വൈസ് ചെയർമാൻ MV ലതീഷ്, PTA വൈസ് പ്രസിഡന്റ് KK സുരേഷ് കുമാർ, സീനിയർ അസിസ്റ്റന്റ് TV സുധീർ കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഹെഡ്മാസ്റ്റർ ബാലകൃഷ്ണൻ നാരോത്ത് സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി U. പ്രഭ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.